അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു യാസീൻ 12 ആയത്ത് വരെ നമ്മൾ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് 13ാമത്തെ ആയത്ത് ഒന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം കേട്ടോ. വദ്രിബ് വ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ? വാവ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പഠിച്ചതാണ് ഹംസത്തുൽ വസ്ലിന് എന്തില്ല, ശബ്ദമില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതും അല്ലേ? അപ്പോൾ വദ് വദ്. ഓക്കെ, വാവിൽ നിന്നും നേരെ ദ്വാദിലേക്ക് വന്നു അല്ലേ? വദ്രിബ്. ദ്വാദിന് സുക്കൂനുണ്ട്, എന്ത് ചെയ്യാം, അവിടെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. വദ് വദ്രിബ്. ഓക്കെ, ബിന് സുക്കൂന് വരുമ്പോൾ ഫുള്ള് സുക്കൂന് കൊടുക്കണേ. വദ്രിബ്. ലഹും മസലൻ. ലഹും മസലൻ. മീമിന് ശേഷം മീമ് വന്നു. മീമിൻ്റെ ഒരു നിയമമാണിത്. മീമിന് ശേഷം മീമ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. അപ്പോൾ എങ്ങനെ ഓതും? ലഹും. ഓക്കെ, ലഹും മസലൻ. 2 ഫത്ഹ ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മസലൻ എന്ന് വ്യക്തമായിട്ട് ക്ലിയർ ആക്കി ഓതി കൊടുക്കണം കേട്ടോ. മസലൻ അസ്ഹാബൽ ഖറിയതി. അസ് സ്വാദിന് സുക്കൂനുണ്ട്, സ്വാദിന് സുക്കൂനുണ്ട്. അപ്പം എന്ത് ചെയ്യണം, അസ് അസ് ഹാഫ് സുക്കൂൻ കൊടുക്കുക കേട്ടോ. അസ്ഹാബ. ൻ്റെ ഉള്ളിൽ ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ? 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. അസ്ഹാബൽ ഖറിയതി. അസ്ഹാബൽ. ബയിൽ നിന്നും നേരെ ലാമിലേക്ക് വന്നു അല്ലേ? അസ്ഹാബൽ ഖറിയതി. ഖാഫിനെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഖറിയതി എന്ന് ഓതരുത് കേട്ടോ. ഖറിയതി. നാവിൻ്റെ അങ്ങേ അറ്റം, നാവിൻ്റെ മൊരട് ഭാഗത്തു നിന്നും വരുന്ന ലെറ്ററാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഖറിയതി. ഖറിയതി. ഇദ്. ഇദ്. ദാലിന് സുക്കൂനുണ്ട്, അപ്പം നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇദ്. ഇദ്. നാവിൻ്റെ അറ്റം മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്തിൽ തട്ടണം. ഇദ്. ഓക്കെ. ഇദ് ജാഅഹൽ. ഇദ് ജാഅ. ഇവിടെ നോക്കൂ, ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഒറ്റ പദത്തിൽ ഹംസ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ മുമ്പുള്ള ആയത്തുകളിലൊക്കെ പറഞ്ഞതാണ്, മദ്ദക്ഷരത്തിന് ശേഷം ഒറ്റ ഒരു വേർഡിൽ ഒറ്റ പദത്തിൽ ഹംസ വരികയാണെങ്കിൽ അവിടെ 4ഓ 5ഓ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ച് ഓതണം. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതും? ജഅഹ. ജഅഹൽ. ഓക്കെ, ഇങ്ങനെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ജഅഹൽ. ഇവിടെ ഹാന നീട്ടാനുണ്ട് അല്ലേ? ഹ എന്ന് നീട്ടാനുണ്ട്, പക്ഷെ നമ്മൾ അവിടെ നീട്ടി ഓതില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നമ്മളവിടെ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ജഅഹൽ മുർസലൂൻ. മുർസലൂൻ. നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് 14ാമത്തെ ആയത്ത്. إذ أرسلنا إليهم 2 فكذبوهما فعززنا ب3 فقالوا إنا إليكم مرسلون. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് പറയാം. ഇദ് അർസൽന. ഇദ്. ദാലിന് സുക്കൂനുണ്ട്, അപ്പം നമ്മൾ ഇത് എന്ന് ഓതരുത് കേട്ടോ. ഇദ്. ഇദ് ഹാഫ് സുക്കൂൻ കൊടുക്കുക കേട്ടോ. ഇദ് അർസൽന. നോക്കൂ, ഇവിടെ അർസൽന എന്ന് പറഞ്ഞപ്പോൾ മദ് ഒരു വേർഡിൽ ഒരു വാക്കിൽ മദ്ദക്ഷരം വന്നു മറ്റൊരു വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ 2 മുതൽ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, ഇലൈഹി മുസ്നൈനി
ഇലൈഹി മുസ്നൈനി. നമ്മൾ മീമിൽ നിന്ന് നേരെ സയിലേക്ക് വന്നു അല്ലേ. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്തു? മീമിൽ നിന്ന് നേരെ സയിലേക്ക് വന്നു. മുസ്നൈനി. ഓക്കെ. ഫകദ്ദബൂ എന്ന് ഓതരുത് കേട്ടോ. കാഫിന് ചെറിയൊരു ചെരിവ് എപ്പോഴും വേണം, ശ്രദ്ധിക്കണം കേട്ടോ. ദാലിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. ഫകദ്ദബൂ. ബഇൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഫകദ്ദബൂഹുമാ. ഇവിടെയും അങ്ങനെ തന്നെ രണ്ടനക്കം ഇതുപോലെ തന്നെ രണ്ടനക്കം നീട്ടി കൊടുക്കേ. ഫകദ്ദബൂഹുമാ ഫഅസ്സസ്ന. ഐന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തൊണ്ടയുടെ നടുക്കുന്ന് വരുന്ന ലെറ്ററാണ് അ. ഓക്കെ. ഫഅസ്സന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. ഫഅസ്സന് സുക്കൂൻ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫഅസ്സസ് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഫഅസ്സസ്ന. ഞാൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടുക കേട്ടോ. ബിസാലിസിൻ. സാൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടുക. ബിസാലിസിൻ. ഇവിടെ നമ്മൾ രണ്ട് കെസ്റായി ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, ഇതുപോലെ ഒരുമിച്ചല്ല, രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബിസാലിസിൻ എന്നവിടെ ഓതി കൊടുക്കരുത്. എങ്ങനെ ഓതണം? ബിസാലിസിൻ. നാവ് മുകളിൽ തട്ടാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മൂക്കിൽ നിന്നൊരു ശബ്ദം ഇങ്ങനെ വരിക. ബിസാലിസിൻ. ഓക്കെ. ഖാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഫഖാലൂ. ഇവിടെ നോക്കൂ, മദ് വന്നിട്ടുണ്ട്. നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചതാണ് അല്ലേ. മദ്ദിന് ശേഷം മറ്റൊരു വേർഡിലാണ് ഹംസ വരുന്നത് എങ്കിൽ 2 മുതൽ 4 ഹരക്കത്ത് വരെ നമ്മൾ അവിടെ നീട്ടി ഓതി കൊടുക്കണം അല്ലേ. ഫഖാലൂ. ഓക്കെ. നൂനിന് ശ്രദ്ധയും ഉണ്ട്, നൂനിന് മദ്ദും ഉണ്ട്. കനപ്പിക്കുകയും വേണം, നീട്ടി ഓതുകയും വേണം. ഓക്കെ. ഇവിടെയും നിയമം വരുന്നത് ഒറ്റപ്പദ ഒരു വേർഡിൽ മദ്ദും മറ്റൊരു പദത്തിൽ ഹംസയും. അവിടെയും 2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി ദീർഘിപ്പിച്ച് ഓതണം കേട്ടോ. ഓക്കെ. ഇലൈക്കും മുർസലൂൻ. ഇലൈക്കും മുർസലൂൻ. മീമിന് ശേഷം മീമ് വന്നാൽ, മീമിൻ്റെ ഒരു നിയമമാണത് കേട്ടോ. മീമിന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. എങ്ങനെ ഓതും? ഇലൈക്കും മുർസലൂൻ. നന്നായിട്ട് മണിച്ചു കൂട്ടി ചേർത്ത് ഓതുക കേട്ടോ. ഓക്കെ. ഇവിടെ നീട്ടി ഓതി നിർത്തുക കേട്ടോ. കാരണം വഖഫ് ചെയ്യുമ്പോൾ നൂന് സുക്കൂനാണല്ലോ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ സുക്കൂന് വരുന്ന സ്ഥലത്ത് നമുക്ക് 3 അല്ലെങ്കിൽ 5 അളവിൽ ദീർഘിപ്പിച്ച് ഓതി നിർത്തേണ്ടതാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.